കൂളർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് മോസ്റ്റ് കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു എററാണിത്. CPU ആയിട്ട് ഈ ഒരു ഏരിയയാണ് കൂളറിൽ കോൺടാക്റ്റ് വരുന്നത്. ഇവിടെ സ്ക്രാച്ച് ഒന്നും വരാതിരിക്കാനായിട്ട് ബ്രാൻഡ് തന്നെ ഇതിലൊരു സ്റ്റിക്കർ പ്രൊവൈഡ് ചെയ്യും. അതൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പം ബിഗിനേഴ്സിന് പറ്റുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊട്ടക്റ്റീവ് സ്റ്റിക്കർ റിമൂവ് ചെയ്യാതെ CPUയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യും. ഇത് കാരണം CPUയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് കറക്റ്റായിട്ട് ഈ ഒരു ഹീറ്റ് സിങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യില്ല. അത് കാരണം CPU ഓവർ ഹീറ്റ് ആവും. യൂഷ്വൽ ടൈമിൽ നമ്മളിത് നോട്ടീസ് ചെയ്യണമെന്നില്ല. കാരണം ഒരു യൂട്യൂബ് കാണുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ വെബ് ബ്രൗസർ ചെയ്യുമ്പോഴത്തേക്കോ ഈ ഒരു ഓവർ ഹീറ്റിംഗ് സംഭവിക്കാത്തതുകൊണ്ട് നമ്മൾ വ്യത്യാസമൊന്നും കാണില്ല. പക്ഷേ നമ്മൾ ഈ ഇഷ്യൂ എപ്പോൾ നോട്ടീസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ CPU ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രോസസ്സ് അതെന്ന് പറയുമ്പോഴത്തേക്ക് ഗെയിമിങ് അതേപോലെ എഡിറ്റിംഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരുപാട് ഫ്രെയിം ഡ്രോപ്സും കാര്യങ്ങളും വരും. അതേപോലെ എഡിറ്റിംഗ് ആണെങ്കിൽ നമുക്ക് 2 മിനിറ്റ് എടുത്തിട്ടിരുന്ന വീഡിയോ 4 മിനിറ്റും 5 മിനിറ്റും അല്ലെങ്കിൽ മണിക്കൂറുകളും ചിലപ്പോൾ ആവാൻ ചാൻസ് ഉണ്ട്. അതേപോലെയുള്ള ഓരോ കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കാണ് നമ്മൾ തെർമൽ ത്രോട്ട്ലിംഗ് ആവണമെന്ന് നോട്ടീസ് ചെയ്യുന്നത്. ഈ ഒരു കൂളറിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറിൻ്റെ സ്റ്റിക്കറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ചില ബ്രാൻഡിൽ ഈ ബ്രൈറ്റ് കളറിന് വരാൻ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിക്കർ യൂസ് ചെയ്യും. ആ സമയത്ത് മിസ്സാവാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്.